ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം. ശ്ലോകം 64. രാഗദ്വേഷവീക്തിസ്തു വിഷയാനിന്ദ്രിയീശ്വരൻ ആത്മവശീർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. കാമവും ദേശവും ഇല്ലാത്തവനായി തനിക്ക് കീഴ്പ്പെടുത്തിയവയായുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന സ്വാധീന ചിത്തൻ ശാന്തിയെ പ്രാപിക്കുന്നു. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യശു ബുദ്ധിഃ പര്യവതിഷ്ഠതേ. മനപ്രസാദത്താൽ ദുഃഖങ്ങളെല്ലാം നശിക്കുന്നു. ശാന്തചിത്തന്റെ ബുദ്ധി അതിവേഗത്തിൽ പ്രതിഷ്ഠിതമായി തീരുന്നു. നാസ്തി ബുദ്ധിയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ച ഭാവേത ശാന്തിരശാന്തസ്യ കുതഃ സുഖം. ഇന്ദ്രിയങ്ങൾ കീഴടക്കിയിട്ടില്ലാത്തവന് ബുദ്ധിയില്ല. അജിതേന്ദ്രിയന് ഏകാഗ്രതയില്ല. ഏകാഗ്രചിത്തനല്ലാത്തവന് ശാന്തിയില്ല. ശാന്തനല്ലാത്തവന് സുഖം എവിടെ? ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞം വായുർനാവമിവാംഭസേ. വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കിടയിൽ ഏതൊരു ഇന്ദ്രിയത്തെ മനസ്സ് പിന്തുടരുന്നുവോ ആ ഇന്ദ്രിയം തന്നെ ആ മനസ്സിന്റെ വിവേകത്തെ വെള്ളത്തിൽ ചരിക്കുന്ന കപ്പലിനെ കാറ്റെന്ന പോലെ വലിച്ചുകൊണ്ടുപോകുന്നു. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അർജുന, അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് കീഴടക്കിയവന്റെ പ്രജ്ഞ സുസ്ഥിരമായിട്ടുള്ളതാകുന്നു. യാ നിശാ സർവഭൂതാനാം യസ്യാം ജാഗർത്തി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ. സർവഭൂതങ്ങൾക്കും യാതൊന്ന് അന്ധകാരമയമായിരിക്കുന്നുവോ അവിടെ ആ ബ്രഹ്മത്തിൽ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു. സർവഭൂതങ്ങളും ഏതൊന്നിൽ ഉണർന്നിരിക്കുന്നുവോ അവിടെ ആ സംസാരത്തിൽ ആത്മതത്വദർശകനായ മുനിക്ക് അന്ധകാരമയം ആയിരിക്കുന്നു. അപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപഹ പ്രവിശ്നതിദ്വൽ തദ്വൽ കാമായം പ്രവിശ്നതേ സർവേ ശാന്തിമാപ്നോതി ന കാമകാമീ. എപ്പോഴും നിറഞ്ഞുകൊണ്ട് സ്ഥിരമായി ഉറച്ചു കിടക്കുന്ന സമുദ്രത്തിൽ നദികളെല്ലാം ഒഴുകിച്ചേരുന്നത് പോലെ കാമങ്ങളെല്ലാം ഏതൊരുവനിൽ പ്രവേശിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. കാമമോഹിതന് ശാന്തിയില്ല. വിഹായ കാമാൻ യഹ സർവാൻ പുമാംസരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാരഃ സശാന്തിമധിഗച്ഛതി. ഏതൊരു പുരുഷൻ കാമങ്ങളെയെല്ലാം പരിത്യജിച്ച് ആശയില്ലാത്തവനും എന്റേതെന്നും ഞാനെന്നുമുള്ള അഭിമാനമില്ലാത്തവനുമായി വർത്തിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. യേഷാ ബ്രാഹ്മി സ്ഥിതി പാഠം നയനം പ്രാപ്യ വിമുഹ്യതേ സ്ഥിത്വാ സമന്തകാലേ അഭി ബ്രഹ്മ നിർവാണമൃച്ഛതി. അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഇതിനെ പ്രാപിച്ചവൻ സംസാരമോഹത്തിൽ പെടുകയില്ല. മരണകാലത്തിലായാലും ഈ നിഷ്ഠയിലിരിക്കുന്നതായാൽ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കും. സാഖ്യയോഗമെന്ന 2-ാം അധ്യായം സമാപ്തം.